ചെയ്ത പരസ്യത്തിൽ സംസ്ഥാന സർക്കാർ ഇത്രയും അധികം ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ കുറിച്ച് ഒരു പരാമർശം പോലും. അതൊക്കെ ഒരു ശരിയായ രീതിയല്ല സാധാരണഗതിയിൽ. പക്ഷേ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം അങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഞങ്ങളിപ്പോൾ BGF-ൻ്റെ കാര്യം മറച്ചു വെക്കുന്നില്ലല്ലോ, പറഞ്ഞില്ലേ കേന്ദ്ര സർക്കാർ ഇത്ര പങ്ക് വഹിച്ചു എന്ന് പറഞ്ഞില്ലേ. അത് പറയണ്ടേ അവർ സാധാരണഗതിയിൽ. ഒരു പദ്ധതിയുടെ കാര്യമാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്ന കാര്യം പറയാൻ അവർക്ക് ബാധ്യതയുണ്ടല്ലോ. ഈ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകൾ സന്ദർശിക്കുമ്പോൾ താങ്കളുടെ മകളും പേരക്കുട്ടിയും അത് വലിയ ചർച്ചയായിരുന്നു. അപ്പൊ അതിലെന്താ സീമിന്റെ മറുപടി? എൻ്റെ മകളും ആ മകളുടെ കുട്ടിയായതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടായത്. അത് സ്വാഭാവികമായിട്ടുള്ളതല്ലേ. നിങ്ങളതൊന്നും ഓർക്കാത്തതുകൊണ്ടാണ്. ഇവിടെ ഇവർക്കെല്ലാം അറിയാം. ആ കുട്ടി വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഞാൻ ചില എക്സിബിഷൻ പോകുമ്പോൾ ഞാൻ എടുത്തു നടന്ന കാര്യം നിങ്ങളെല്ലാം കണ്ടതല്ലേ. അത് എല്ലാ കാര്യങ്ങളിലും പോകും. ഇത് സാധാരണ നിലക്കുള്ള ഒരു അവിടുത്തെ കാര്യങ്ങൾ കാണാനുള്ളൊരു പോക്കാണ്. അതിൻ്റെ അകത്ത് കുടുംബാംഗങ്ങളും ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പിന്നെ നിങ്ങൾ ചിലർ ഉന്നയിച്ചത് അവർ ഈ കാറിൽ വരണ്ടായിരുന്നോ, ഇപ്പോൾ വേറെ കാറിൽ വരാതല്ലേ. ഞാൻ ആ കാറിൽ തന്നെ കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രിയുടെ സുരക്ഷയൊന്നുമല്ല അവിടെ വിലയിരുത്തിയത്. അവിടുത്തെ സംഗതികൾ എങ്ങനെയാണ്, അവിടെയാണല്ലോ ഇതെല്ലാം കണ്ടത്. ഇപ്പോൾ ശശി തരൂർ പോയില്ലേ, ശശി തരൂർ പോയിട്ട് അത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയാണോ വിലയിരുത്തിയത്? പ്രധാനമന്ത്രിയുടെ സുരക്ഷ വിലയിരുത്താനുള്ള പ്രത്യേക സംവിധാനങ്ങളില്ലേ. അവിടെ ചെന്നപ്പോഴല്ലേ അതിൻ്റെ ആശ്ചര്യം മനസ്സിലായത്. കാരണം നമ്മുടെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട കുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ, അവരിരുന്നു കൊണ്ടാണ് ഈ ക്രെയിൻ മറ്റേ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെയ്നർ എടുക്കുന്ന കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഈ കപ്പലിൻ്റെ നീക്കങ്ങൾ അവർ നിയന്ത്രിക്കുകയാണ്. അത് സാധാരണ നമ്മൾ കുട്ടികൾ കളിക്കുന്ന ഒരു രീതിയില്ലേ, അതുപോലെ ഇങ്ങനെ നീക്കിക്കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ എത്രമാത്രം കഴിവിലേക്ക് എത്തി എന്നുള്ളത് അത് കണ്ടതുകൊണ്ടല്ലേ മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കണ്ടത്. അതല്ലാതെ മറ്റ് ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല അവിടെ പോയത്.